പി.ജെ. ജോസഫിന് താക്കീതുമായി കെ.എം. മാണി. ഏത് മുന്നണിയിൽ പോകണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് മാണി. സ്വന്തം കാലിലാണ് കേരള കോൺഗ്രസ് എം നിൽക്കുന്നതെന്നും മാണി. വിവരങ്ങളുമായി ഇപ്പോൾ ടി.പി. പ്രശാന്ത് ചേരുന്നു. ടി.പി., അതായത് പി.ജെ. ജോസഫും മാണിയും തമ്മിലുള്ള തുറന്ന പോര് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട അവസ്ഥയിൽ തന്നെ ആ ഭിന്നിപ്പ് പല ഘട്ടങ്ങളിലായി പുറത്തു വന്നതാണ്. എന്തൊക്കെയാണ് ഇന്ന് മാണി പറഞ്ഞത്? മാണി പ്രധാനമായിട്ടും 2 വരികളിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവച്ചത്. ഇപ്പോൾ ഈ പാർട്ടി നിൽക്കുന്നത് സ്വന്തം കാലിലാണ്, നിലവിൽ എങ്ങോട്ട് പോകാനുമില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഭരണമാറ്റം സൃഷ്ടിച്ചിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി, ആ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ കേരള കോൺഗ്രസ് ആടി ഉലയുന്ന ഒരു കാഴ്ചയാണ്. കാരണം നേതൃത്വത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടില്ല. അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു. ഈ ഭിന്നതയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ദിനംപ്രതി കൂടി വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പ്രത്യേകിച്ച് CF തോമസ് അടക്കമുള്ള നേതാക്കന്മാർ യാതൊരു തരത്തിലും കെ.എം. മാണിയോട് അടുത്തു നിൽക്കുന്ന സമീപനത്തിലേക്ക് പോകുന്നില്ല. മറിച്ച് അവർ വളരെ അകലം പാലിക്കുന്ന സമീപനത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള ചേരിതിരിവുകൾ ഉണ്ടായിരിക്കുന്നു. ഈ ചേരിതിരിവുകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ കെ.എം. മാണിയെ കണ്ടത്. അപ്പോഴാണ് കെ.എം. മാണിയെ സംബന്ധിച്ച പ്രതികരണം 2 വരികളിൽ ഒതുക്കിയത്. ഇപ്പോൾ സ്വന്തം കാലിൽ തന്നെയാണ് ഈ പാർട്ടി നിൽക്കുന്നത്, ഇപ്പോൾ എങ്ങോട്ട് പോകുവാനും എന്നതിനെ കുറിച്ചൊന്നും ആലോചിച്ചില്ല എന്ന് കെ.എം. മാണി പറഞ്ഞു വെച്ചിരിക്കുന്നതും. തീർച്ചയായും അതുതന്നെയാണ്. അതായത് കെ.എം. മാണിയും പി.ജെ. ജോസഫും തമ്മിൽ ഇരു ഗ്രൂപ്പുകളായാണ് ഒന്നിച്ച് ഇപ്പോഴും തുടരുന്നത് എന്ന വാദങ്ങൾ പല ഘട്ടങ്ങളിൽ പുറത്തെത്തിയിരുന്നു. മാണി നിർണായകമായ പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ UDFനും കോൺഗ്രസിനും ഒപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് പി.ജെ. ജോസഫ് കൈക്കൊണ്ടത്. ഇതൊക്കെ രൂപപ്പെടുത്തുന്ന സാഹചര്യത്തിൻ്റെ ഒരു തുറന്നടിക്കൽ, അത്തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് കൂടിയാണോ മാണിയുടെ വാക്കുകൾ വായിച്ചെടുക്കുന്നത്? എന്തൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആ പാർട്ടി ഒറ്റക്കെട്ടാണ് എന്ന് പോലും പാർട്ടിയുടെ നേതൃത്വത്തിനും ലീഡർക്കും ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല. കാരണം ഇപ്പൊ കെ.എം. മാണി അടക്കമുള്ളവർ ഒരുപക്ഷെ പുറത്തേക്ക് വരണം അല്ലെങ്കിൽ മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും പി.ജെ. ജോസഫും അടക്കമുള്ള നേതാക്കൾ ഒപ്പം കൂടുമോ എന്ന കാര്യത്തിൽ വലിയൊരു ആശങ്ക തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് വേണം ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ. കാരണം ഈ പാർട്ടി പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ലയനം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ചു നിൽക്കുകയും പിന്നീട് ഇപ്പോൾ കെ.എം. മാണി എടുത്തിരിക്കുന്ന തീരുമാനം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും കൂടിയാലോചനകളിലൂടെ അല്ല എന്നുള്ളതും പി.ജെ. ജോസഫ് നേരത്തെ പങ്കുവച്ചിരുന്നു. അത്തരത്തിലൊരു അഭിപ്രായ ഭിന്നത അദ്ദേഹം പങ്കുവച്ചപ്പോൾ അന്ന് കെ.എം. മാണി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പ്രതികരിച്ചത് ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണെന്നും അത്തരത്തിൽ പി.ജെ. ജോസഫ് നിർഭാഗ്യകരം എന്ന് പറഞ്ഞപ്പോൾ കെ.എം. മാണി വളരെ നിർഭാഗ്യകരം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസ്താവനയെ വേറൊരു രീതിയിലേക്ക് വളച്ചൊടിച്ചു കൊണ്ടുപോയി തന്റേതായ രീതിയിലേക്ക് മാറ്റുന്ന സ്ഥിതിയുമുണ്ടായി. അങ്ങനെ കേരള കോൺഗ്രസിനകത്ത് വലിയൊരു അനൈക്യം രൂപപ്പെട്ടിരിക്കുന്നുവെന്നും ഈ പാർട്ടി ഒരു പിളർപ്പിന്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു ദുർഘടമായ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു എന്ന് വേണം ഇതിലൂടെ കരുതാൻ. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പി.ജെ. ജോസഫിനടക്കമുള്ളവർക്കൊരു മറുപടിയായി ഇപ്പോഴെങ്ങോട്ടും പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, സ്വന്തം കാലിൽ പാർട്ടി നിൽക്കും എന്ന കാര്യത്തിൽ തന്നെ കെ.എം. മാണി പറഞ്ഞു വച്ചിരിക്കുന്നു. അത് തന്നെയാണ് എന്തായാലും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ വലിയൊരു പ്രശ്നത്തിലൂടെ ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് കടന്നു പോകുന്നു എന്ന് വേണം ഇതിൽ നിന്നും അനുമാനിക്കാൻ. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഗവർണർക്കെതിരെ വിമർശനവുമായി BJP. പിണറായിയെ പേടിയാണെങ്കിൽ ഗവർണർ ഇറങ്ങിപ്പോകണമെന്ന് ശോഭാ സുരേന്ദ്രൻ. പദവിയോട് ഗവർണർ സാമാന്യ മര്യാദ പാലിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഇന്നലെ MT രമേശും ഗവർണറെ ഈ വിഷയത്തിൽ വിമർശിച്ചിരുന്നു. തുടർന്നാണ് ശോഭാ സുരേന്ദ്രനും. എന്തൊക്കെയാണ് ശോഭ പറഞ്ഞത്? അജിംഷാദ്, കേരളത്തിൽ CPIMന്റെ നേതൃത്വത്തിൽ വ്യാപകമായ അക്രമവും കൊലപാതകവും അരങ്ങേറുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ദില്ലിയിൽ സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഈ പ്രസംഗത്തിൽ ഉന്നയിച്ചത്. ഗവർണർ സ്വീകരിക്കുന്നത് അനങ്ങാപ്പറ നയമാണ്. ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. പിണറായി വിജയനെ ഭയമാണെങ്കിൽ ഗവർണർ ആ സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോകണം എന്നതുൾപ്പെടെയുള്ള വാക്കുകളാണ് ശോഭാ സുരേന്ദ്രൻ ഉപയോഗിച്ചത്. അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഈ രീതിയിൽ കണ്ണൂരിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ദില്ലിയിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല എന്നതുൾപ്പെടെയുള്ള ഭീഷണിയും ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഏതായാലും കഴിഞ്ഞ ഈ കണ്ണൂർ സംഭവത്തിന് ശേഷം BJP നേതൃത്വം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി ഗവർണർ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. ഇതിനുശേഷമാണ് ഗവർണർക്കെതിരെ വിമർശനം
വിമർശനവുമായി ഗവർണർക്കെതിരെയുള്ള നിലപാടുമായി BJP രംഗത്തെത്തിയിരിക്കുന്നത്. MT രമേശും കഴിഞ്ഞ ദിവസം സമാനമായ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അജിം ഷാ, അതായത് ഗവർണറുടെ ഇടനില ആവശ്യമില്ല, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകാൻ എന്നായിരുന്നു ഇന്നലെ MT രമേശ് പറഞ്ഞത്. ഇന്ന് ഗവർണറെ കൂടുതൽ തുറന്നാക്രമിച്ച് ശോഭാ സുരേന്ദ്രൻ എത്തുന്നു. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ തങ്ങളാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കേവലം നോമിനിയാണ് ഗവർണർ എന്ന തരത്തിലേക്ക് ഉള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിഗതികളിലേക്ക് ആ ഭരണഘടനാ സ്ഥാപനത്തെ കൊണ്ടുപോകുന്ന ചീത്ത പ്രവണത കൂടി ഇതിൽ കാണാനാകില്ലേ? ഇത്തരം വിമർശനങ്ങൾക്കെതിരെ ഉയരുന്നത് കൂടി. സന്തോഷാണ് വിവരങ്ങൾ നൽകി വന്നത്. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും BJP. പിണറായിയെ പേടിയാണെങ്കിൽ ഗവർണർ ഇറങ്ങിപ്പോകണമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. പദവിയോട് ഗവർണർ സാമാന്യ മര്യാദ പാലിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ഇന്ന് ദില്ലിയിൽ ആവർത്തിച്ചു. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് M നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഹർത്താൽ ദിനത്തിലും ആശുപത്രിയിലും RSSന്റെ ക്രൂരത. പരിയാരം മെഡിക്കൽ കോളേജിലെ RSS ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. RSS നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ആക്രമണം നടത്തിയത്. വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ 100-ലധികം ആളുകളാണ് ആക്രമണം നടത്തിയത്. ഹർത്താലിന്റെ മറവിലാണ് കഴിഞ്ഞ ദിവസം RSS BJP പ്രവർത്തകർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അക്രമം അഴിച്ചുവിട്ടത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെയും കൊണ്ടുവന്ന പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ ആംബുലൻസ് അക്രമികൾ തകർത്തു. കാഷ്വാലിറ്റിയുടെ മുന്നിൽ വെച്ചായിരുന്നു RSS ആക്രമണം. RSS സംസ്ഥാന നേതാവ് വത്സൻ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ അക്രമികൾ അഴിഞ്ഞാടുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. 100ഓളം പേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. ആശുപത്രിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയും RSS പ്രവർത്തകർ അടിച്ചു തകർത്തു. കാഷ്വാലിറ്റിയിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പ്രവേശിപ്പിക്കുന്ന റെഡ് ലൈൻ ട്രയാജ് സംവിധാനമുള്ള ഭാഗത്തായിരുന്നു അക്രമം. അപകടത്തിൽ പരിക്കേറ്റ് കാഷ്വാലിറ്റിയിലെത്തുന്ന രോഗികളുടേതുൾപ്പെടെ ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവമുണ്ടോ എന്ന് പരിശോധിക്കുന്ന നവീന USG മെഷീനും അക്രമികൾ തകർത്തു. ആശുപത്രിക്ക് നേരെ RSS BJP പ്രവർത്തകർ നടത്തിയ അക്രമത്തിനെതിരെ വൻ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. കോൺഗ്രസ് നേതാവും മുൻ MP-യുമായ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ N പീതാംബരക്കുറുപ്പ് അറസ്റ്റിലായേക്കും. റെയിൽവേ ജോലി വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. നേരത്തെ ഇതേ കേസിൽ കോൺഗ്രസ് മുൻ MLA NP വിൻസെന്റ് അറസ്റ്റിലായിരുന്നു. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, വിൻസെന്റ്, മുൻ MLA വിൻസെന്റ് അറസ്റ്റിലായ അതേ കേസുമായി ബന്ധപ്പെട്ടാണോ പീതാംബരക്കുറുപ്പിന് മേലും കുരുക്ക് വീഴുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അജിത്, റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന തൃശൂർ നെല്ലിക്കുന്ന് സ്വദേശി ഷാജുവിന്റെ പരാതിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുള്ളത്. ഈ കേസിൽ സംഭവം ഇങ്ങനെയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കായിക താരമായിരുന്ന ഷാജുവിന്റെ മകൻ സനീഷിന് സ്പോർട്സ് കോട്ടയിൽ ജോലി നൽകാം എന്ന് പറഞ്ഞാണ് പീതാംബരക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടത്. പല ഘട്ടങ്ങളിലായി 22 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുകയും നൽകുകയും ചെയ്തിട്ടുള്ളത്. ഈ പണം 2013 നവംബറിലാണ് കൈമാറിയത്. ഈ ഒരു സംഭവത്തിൽ പണം നൽകിയിട്ടും ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായ സാഹചര്യത്തിലാണ് പരാതി നൽകിയത്. 2013 ഡിസംബറിൽ നൽകിയ ഒരു പരാതിയിൽ ആ സമയത്ത് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ DGPക്ക് പുതിയ പരാതി നൽകി. ഈ കേസിലാണ് കഴിഞ്ഞ വർഷം അന്വേഷണം ആരംഭിച്ചത്. കേസിൽ 4 പ്രതികളാണ് ഉള്ളത്. രണ്ടാം പ്രതിയായ NP വിൻസെന്റിനെ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് പോലീസ് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടിരുന്നു. കേസിൽ പീതാംബരക്കുറുപ്പ് 3ാം പ്രതിയാണ്. ഇപ്പോൾ നിലവിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായിരിക്കുന്ന പീതാംബരക്കുറുപ്പിനെതിരെ വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ച ശേഷം ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതായത് ഇപ്പോൾ കേസിൽ 1ാം പ്രതി ഷിബു T ബാലനും 3ാം പ്രതിയായ പീതാംബരക്കുറുപ്പിന്റെയും അറസ്റ്റാണ് ഇനി ഉണ്ടാവേണ്ടത്. ശരി, ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്.
പശു സംരക്ഷണത്തിന്റെ പേരിൽ യുവാവിനോട് ക്രൂരത. മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് സംഭവം. യുവാവിനെ ഒരു സംഘം ആൾക്കാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഉത്തരേന്ത്യയിൽ വ്യാപകമായി പശു സംരക്ഷണത്തിന്റെ പേരിൽ അക്രമവും കൊലപാതകവും നടന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ ദൃശ്യങ്ങൾ പുറത്തെത്തിയിരിക്കുന്നത്. വാർത്തകളിലേക്ക്. മലയാളിയായ ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീതിനെ ഏജീസ് പുറത്താക്കുന്നു. മതിയായ ഹാജരില്ലെന്ന കാരണം പറഞ്ഞാണ് വിനീതിനെ ഏജീസ് പുറത്താക്കുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജിതിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രമുഖ മലയാളി ഫുട്ബോൾ താരവും ISL കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന കണ്ണൂർ സ്വദേശിയുമായ CK വിനീതിനെ ഏജീസ് ഓഫീസിൽ നിന്ന് ഹാജരില്ലെന്ന പേരിൽ പുറത്താക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഏജീസ് ഓഫീസിൽ നിലവിൽ ഓഡിറ്ററായി ജോലി ചെയ്യുകയാണ് CK വിനീത്. തിരുവനന്തപുരത്തെ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലാണ് CK വിനീത് ജോലി ചെയ്യുന്നത്. എന്നാൽ കളികൾ കാരണം CK വിനീതിന് പൂർണ്ണമായി ജോലിയിൽ വ്യാപൃതനാവാൻ പറ്റുന്നില്ല. വേണ്ടത്ര ഹാജർ CK വിനീതിന് ഇല്ല എന്ന കാരണം കാണിച്ചാണ് CK വിനീതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിലെ ഏജീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും നിലവിൽ തിരുവനന്തപുരത്തെ ഏജീസ് ഓഫീസിലേക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. വേണ്ടത്ര ഹാജരില്ലാത്തതിനാൽ CK വിനീതിനെ മാറ്റണം എന്നാണ് ഈ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഏജീസിന്റെ ഫുട്ബോൾ ടീമിന് വേണ്ടിയും CK വിനീത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ എണ്ണപ്പെട്ട താരങ്ങളിൽ ഒരാളും കൂടിയാണ് CK വിനീത്. ഈ CK വിനീതിനെതിരെയാണ് ഇപ്പോൾ നടപടിയെടുക്കണമെന്ന ആവശ്യം ഏജീസിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ നടപടി നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ കളി നിർത്തിക്കൊണ്ട് ഈ ജോലിയിൽ തുടരാൻ താല്പര്യമില്ല എന്നാണ് CK വിനീത് നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും CK വിനീതിനെ ഹാജരില്ലാത്തതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് മാറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനാവുക. അതായത് ജിതിൻ, ഒരുപക്ഷെ സ്പോർട്സ് കോട്ടയിലുള്ളവർക്ക് അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങൾക്കുള്ള ഒരു പ്രിവിലേജ് കൂടിയാണിത്. അവരെ അത്തരം ഹാജറില്ല എന്നതിൻ്റെ പേരിൽ സാധാരണ അത്തരം അങ്ങനെയല്ല അവരെ പരിഗണിക്കാറുള്ളത്. എന്നിട്ടും ഏജീസ് ഓഫീസിൽ നിന്ന് ഇത്തരം ഒരു നടപടി CK വിനീതിനെതിരെ മാത്രം ഉണ്ടാകുന്നു എന്നതിൻ്റെ അർത്ഥം എന്ത്? പൊതുവെ വിലയിരുത്തപ്പെടുകയും പ്രചരിക്കുകയും ചെയ്യുന്ന വസ്തുതകളെ സംബന്ധിച്ച് കൂടി. തീർച്ചയായും അജ്മിഷാദ്, ഇന്ത്യയിലെ തന്നെ മികച്ച ഫുട്ബോളർമാരിൽ ഒരാളാണ് CK വിനീത്. കേരളത്തിൽ എടുത്തു പറയാവുന്ന യുവ ഫുട്ബോൾ താരങ്ങളിൽ ഒരാളും CK വിനീത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ISL കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിഡ്ഫീൽഡറായി കളിക്കുന്ന വിനീത് വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഈ വിനീതിനെതിരെയാണ് ഇപ്പോൾ നടപടിയെടുക്കണമെന്ന ആവശ്യം ഉയരുന്നത്. ഇതിനെ സംശയനിലയോടുകൂടിയാണ് കായിക രംഗത്തു നിന്നുള്ളവർ കാണുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിനീതിന്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണുള്ളത്. വിനീതിനെതിരെ ഇങ്ങനെ നടപടിയെടുക്കണം എന്ന ആവശ്യം ഏജീസിന്റെ ഭാഗത്തു നിന്നും എന്തുകൊണ്ട് ഉയർന്നു എന്ന ചോദ്യം ഇപ്പോഴും വലിയ ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. വേണ്ടത്ര ഹാജർ ഇല്ല എന്ന കാര്യത്തിൽ ഒരു ഫുട്ബോൾ താരമാണ്, അത്ര ആക്റ്റീവായ ഒരു ഫുട്ബോൾ താരമാണ് എന്ന പരിഗണന വിനീതിന് ലഭിക്കുന്നില്ല എന്ന പരാതി എന്ന ആക്ഷേപം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അജിംഷാദ് ചോദിച്ച കാര്യം വലിയ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയായി നിലനിൽക്കുകയാണ്. വിനീതിനെതിരെ നടപടിയെടുക്കുമ്പോൾ വിനീതിനുള്ള പ്രത്യേക പരിഗണന ഏജീസ് ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ നിന്നുള്ള അറിയിപ്പനുസരിച്ച് തിരുവനന്തപുരത്തെ ഏജീസ് ഓഫീസിന് പ്രവർത്തിക്കുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും നിലവിൽ വിനീതിന് ഇക്കാര്യത്തിൽ നോട്ടീസ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് വിനീത് വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഓഫീസിൽ തുടരുന്നതിന് വേണ്ടി കളി ഉപേക്ഷിക്കാനാവില്ല എന്ന നിലപാടിലാണ് വിനീത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു പ്രമുഖ താരത്തിനെതിരെ ഒരു നിലവിൽ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരത്തിനെതിരെ നടപടിയെടുക്കാനാണ് ഏജീസ് ഓഫീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ ജിതിൻ, വളരെ ഗൗരവമായി കാണേണ്ടത് ഇത്തരത്തിൽ ഇന്ത്യയുടെ അഭിമാനം ഒരുപക്ഷെ വിവിധ കോണുകളിലൂടെ അറിയിക്കും. ഒരുപക്ഷെ നാഷണൽ ഗെയിം അല്ല എങ്കിൽ പോലും ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രത്തെയും ഒക്കെ സ്വാധീനിക്കാവുന്ന നിർണായകമായ ഒരു സ്പേസാണ് അവിടെ. അത്തരം ഒരു കളിയിലേക്ക് പോകുന്ന വിനീതിനെതിരായി ഈ നടപടി അദ്ദേഹത്തിന് നൽകുന്ന സമ്മർദ്ദം കൂടിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതേ സംബന്ധിച്ചുള്ള ജാഗ്രത കുറവ് കൃത്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഗൗരവമായ സംഭവവികാസമായി പരിണമിക്കുകയും ചെയ്യും. തീർച്ചയായും വിഷാദ്, ഒരു ദേശീയ താരമായി ഉയർന്നു വരിക ഇപ്പോൾ സാക്ഷാൽ CK വിനീത് തന്നെ നമ്മോടൊപ്പമുണ്ട്. CK വിനീത്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ ഏജീസ് ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നു സാധാരണ രീതിയിൽ സ്പോർട്സ്മാൻമാർക്ക് അത്തരത്തിലൊരു പ്രിവിലേജ് ഉള്ളതാണ്. അവരുടെ ഹാജരൊന്നും അത്തരത്തിൽ പരിശോധിക്കാതെ, കാരണം രാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടിയാണ് അവർ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ കായിക മേഖലയുടെ അഭിമാനത്തിന് വേണ്ടിയാണ്. എന്താണ് വിനീതിനെതിരെ മാത്രം ഇങ്ങനെ ചെയ്യാൻ കാരണം?
എനിക്കെതിരെ മാത്രം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ മാത്രമേ അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്കെതിരെ മാത്രം എന്ന് പറയാൻ പറ്റുന്നത്. എന്താ പറയാ, എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. കാരണം എന്റെ കളിയുടെ തിരക്കുകൾ കാരണം എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റലില്ല. ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. ഇപ്പം കഴിഞ്ഞ കൊല്ലം ലീവ് കിട്ടിയപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. എന്നോട് പറഞ്ഞത് ഡൽഹിയിലേക്ക് ലെറ്റർ അയച്ചിട്ടുള്ളത്, അവരെ റിപ്ലൈ വരട്ടെ എന്നിട്ട് ജോയിൻ ചെയ്യാമെന്നുള്ളതാണ് എന്നോട് അന്ന് പറഞ്ഞത്. അത്തരമൊരു സമീപനമാണോ വേണ്ടത്? പ്രത്യേകിച്ച് വിനീതിനെ പോലെ ഒരാൾ വളരെ വളരെ ഫ്രഷ് മൈൻഡിൽ കളിക്കേണ്ട ഒരാളിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സമ്മർദ്ദം നൽകുക, അത് കേന്ദ്ര സർക്കാരിന്റെ ആയാലും AG's ഓഫീസിന്റെ ഭാഗത്തുനിന്നായാലും ആരുടെ ഭാഗത്തുനിന്നായാലും അത് തെറ്റല്ലേ? തെറ്റാണ്. എന്താ പറയാ, ഇപ്പൊ ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ രീതിയിൽ പറയുമ്പോൾ അത് തെറ്റാണ്. പക്ഷെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ അന്ന് ഇതുവരെ വർത്താനം അല്ലെങ്കിൽ ഇതുവരെ ഇതിനെതിരെ ഒന്നും പറയാതിരുന്നത് ഞാൻ ഓഫീസിലെ ഒരു ജോബ് എന്റെ ഉണ്ട്. അപ്പൊ ഓഫീസിനോടുള്ള എന്റെ ബാധ്യതയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്. നിങ്ങൾ എടുത്തു നോക്കിക്കോ, കേരളത്തിലെ വളർന്നു വരുന്ന പ്ലേയേഴ്സ് ആരായിക്കോട്ടെ, എല്ലാ ആൾക്കാരും ജോബ് ജോയിൻ ചെയ്തിട്ട് അവരുടെ കരിയർ അവിടെ മുരടിച്ചു പോകുന്ന പറഞ്ഞാൽ മുന്നോട്ടേക്ക് പോകാനുള്ള ചാൻസ് പിന്നെ ഇല്ല. ഇരുന്ന ജോബിനൊക്കെ കോൺട്രാക്ട് ഉണ്ട്, ബോണ്ട് ഉണ്ട്. നിങ്ങൾ ഇത്ര കൊല്ലം ഇവിടെ നിൽക്കണം എന്നുള്ളത്. ഇവിടെ നിന്നില്ല എങ്കിൽ ഇവിടെ നിന്നിടത്തോളം നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ പുറത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് എടുക്കാനോ നിങ്ങൾക്കുള്ള ചാൻസ് ഇല്ല. അത് കിട്ടിയ ഇപ്പൊ കുറെ കാലത്തിന് ശേഷം ഒരു ചാൻസ് കിട്ടിയത് എനിക്കാണ് ജോബ് ജോയിൻ ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത്. ആ ചാൻസ് എനിക്ക് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്യാമ്പിൽ ഞാൻ ഉള്ളത്. എത്ര പ്ലേയേഴ്സ് അല്ലെങ്കിൽ എന്നെക്കാട്ടും ടാലന്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ജോബ് ജോയിൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഇഷ്ടംപോലെ ആൾക്കാർ, ആഗ്രഹമുള്ള ആൾക്കാർ പക്ഷെ പറ്റാത്ത ആൾക്കാർ, ഈ ജോബിന്റെ റീസൺസ് കാരണം പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഇപ്പൊ ജോബ് കിട്ടിയിട്ട് എനിക്ക് ജോബ് കിട്ടുന്നത്, ഞാൻ ഫുട്ബോൾ പ്ലെയർ ആണ്, സ്പോർട്സ് കോട്ടയിലാണ് ജോബ് കിട്ടുന്നത്. ആ കിട്ടിയ ജോബ് വെച്ചിട്ട് നീ ഇനി കളിക്കണ്ട, അല്ലെങ്കിൽ നീ ഇനി ഇവിടെയുള്ള ഇഷ്ടവട്ടത്തിലെ കളി കളിച്ചാൽ മതി, എന്നിട്ട് ബാക്കി ഓഫീസിലെ ഫയൽ നോക്കിക്കോന്ന് പറയുന്നത് എന്താണ് അർത്ഥം എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനത് മനസ്സിലാക്കുകയില്ല. അത് തന്നെയാണ്. കാരണം സ്പോർട്സ് കോട്ടയ്ക്ക് വേണ്ടി അത്തരത്തിൽ കാര്യങ്ങൾ വെട്ടിയൊതുക്കുന്നു, അങ്ങനെ കായിക താരങ്ങളുടെ ഭാവി പോകുന്നു. അങ്ങനെ കോട്ടയിലോ അല്ലെങ്കിൽ ഒരു മാർക്കിനോ വേണ്ടിയിട്ട് മാത്രം അത് കായിക ഭാവിയെ തന്നെ ബാധിക്കില്ലേ വിനീത്? അതാണല്ലോ നിങ്ങളിപ്പോ കാണുന്നത്. ഞാൻ ISL കളിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ, ഞാൻ ഇക്കൊല്ലം ISL കളിക്കുന്നു, ഗോൾ അടിക്കുന്നു. ആ സമയത്ത് എനിക്ക് എന്റെ ഓഫീസിലെ ടീമിന്റെ ഭാഗത്ത് നിന്ന് ടീമിന്റെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾ എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്. നിന്റെ പേപ്പർ ശരിയാക്കിയിട്ട് നീ വേഗം തിരിച്ചു പോവാ, ഓഫീസിലുള്ള കളി കളിക്കണം എന്നുള്ളത്. AG's ഓഫീസ് ഏതൊക്കെ ടൂർണമെന്റ് കളിക്കുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞാട്ടെ. എത്ര പേര് കേട്ട ടൂർണമെന്റ് അല്ലെങ്കിൽ എത്ര ആൾക്കാർ അറിയുന്ന ടൂർണമെന്റ് കളിക്കുന്നുണ്ട് AG's ഓഫീസ്? അതിൽ ഞാൻ കളിച്ചത് കൊണ്ട് എനിക്കിപ്പോ ഇന്ത്യ കളിക്കാൻ പറ്റും. ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന നിലയിൽ എന്റെ സ്വപ്നം ഇന്ത്യ കളിക്കുക എന്നുള്ളതാണ്. എനിക്കത് കളിക്കാൻ പറ്റൂ. പിന്നെ ഞാൻ അവിടെ വന്ന് കളിച്ചിട്ട് എന്താ കാര്യം? അവര് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അവരെ ഡിപ്പാർട്ട്മെന്റ് ടൂർണമെന്റ് എനിക്ക് ജോലി തന്നു എന്നുള്ളത് ബാധ്യത കൊണ്ട് അവരെ ഡിപ്പാർട്ട്മെന്റ് ടൂർണമെന്റ് ഞാൻ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്യാമ്പിൽ അല്ലാത്തപ്പോൾ ഞാൻ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി കളിച്ചിട്ടുണ്ട്. ഒരു 3 കൊല്ലത്തോളം ഞാൻ അവരെ ഡിപ്പാർട്ട്മെന്റ് ടൂർണമെന്റുകൾ കളിച്ചിട്ടുണ്ട്. അവര് ഡൽഹിയിലേക്ക് അയച്ച ലെറ്ററിൽ ഏതൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ ടൂർണമെന്റ് ഒന്നും കളിക്കാൻ വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടൂർണമെന്റ് ഒക്കെ കളിക്കാൻ പോയിട്ടുണ്ട് എനിക്ക് പറ്റുന്ന സമയത്ത്. ഇന്ത്യൻ ക്യാമ്പിലാകുമ്പോൾ എനിക്ക് പറ്റുവാണെങ്കിൽ കൂടി ഞാൻ പോവില്ല. കാരണം എനിക്ക് AG's ഓഫീസിനെക്കാട്ടും എന്തുകൊണ്ടും വലുത് ഇന്ത്യ കളിക്കുക എന്നുള്ളത് മാത്രമാണ്. അതാണ് അത് ഞങ്ങൾക്കും എല്ലാം അത് തന്നെയാണ്. തീർച്ചയായും വിനീത്, അതായത് സാധാരണഗതിയിലുള്ള ഒരു ഓഫീസറെ പോലെ അല്ലെങ്കിൽ ഒരു ജീവനക്കാരനെ പോലെ പോയി ഒപ്പിട്ട് പഞ്ച് ചെയ്ത് കയറി വിടാനല്ല വിനീതിനെ ഈ നാട് വളർത്തിയെടുത്തത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ സമീപനം അവർ അറിയേണ്ടതാണ്. അവരത് മനസ്സിലാക്കുന്നില്ല എന്നതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ബോധപൂർവം വിനീതിനോട് അത്തരത്തിലൊരു കായിക തളർച്ച അടിച്ചേൽപ്പിക്കുകയാണ് അല്ലേ? വിനീത് എന്നുള്ളത് ഒരു പേര് മാത്രമാണ്. ഞാൻ ഓഫീസിൽ ജോയിൻ ചെയ്യാത്തത് കൊണ്ട്, ഓഫീസിൽ ജോയിൻ ചെയ്തില്ല, എന്റെ കളി കളിച്ചു എന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ അറിയുന്നത്. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ പുറത്തു പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. ആർക്കും അവിടെ നിന്നിട്ട് ജോബ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരല്ല. എല്ലാരും ജോബ് ചെയ്യുന്നത് കളി കഴിഞ്ഞിട്ടുള്ള ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ കളി നിർത്തിയിട്ട് ജോബ് ചെയ്ത് ജോലി ചെയ്ത് ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും നിൽക്കുന്നില്ല. എല്ലാരെയും ആഗ്രഹവും കളി കഴിഞ്ഞിട്ട് ഉള്ള ലൈഫിന് വേണ്ടിയിട്ടാണ് ജോബ് എടുക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാരും അതാണ് വിനീത് ആ പ്രശ്നങ്ങളെ ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രശ്നമായി വിനീതിന്റെ പ്രശ്നത്തെ എടുത്തു കാട്ടണം. അത്തരത്തിൽ കായിക ലോകത്തിന് മുഴുവൻ ഉതകുന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വിനീതിനോട് ഈ കാണിച്ച നടപടിയോട് വിനീത് എങ്ങനെയാണ് വിമർശനം ഉന്നയിക്കുന്നത്? ഞാൻ വിമർശനം ഉന്നയിക്കുന്നില്ല. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. എനിക്ക് നിങ്ങളിപ്പം എന്നെ തിരിച്ചു വിളിച്ചാലും എനിക്ക് അവിടെ എന്റെ കളി നിർത്തി വന്നിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. കളി കഴിയുമ്പോൾ എന്നെ വേണോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ അവിടെ ജോലി ചെയ്യുന്നുള്ളൂ. എനിക്ക് എന്റെ കളി നിർത്തി ഫുട്ബോൾ നിർത്തിയിട്ട് വന്നിട്ട് എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല.
കാരണം എനിക്ക് ജോലി തന്നത് ഫുട്ബോളുകാരനാണ്. എനിക്ക് ജോലി കിട്ടിയത് ഞാൻ ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ടാണ്. ഞാനിപ്പോ ഇന്ത്യ കളിക്കുന്നത് ഞാൻ ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ടാണ്. എന്നെ നിങ്ങൾ അറിയുന്നത് ഞാൻ ഫുട്ബോൾ കളിക്കുന്നുണ്ടാണ്. ഞാൻ പഠിച്ചുകൊണ്ടോ വേറെ ഒന്നും കൊണ്ടല്ല എന്നെ നിങ്ങൾ അറിയുന്നത്. ഞാൻ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതാണ് എന്റെ ജീവിതം, അതാണ് എന്റെ ലൈഫ്. അത് നിർത്തിയിട്ട് നിങ്ങൾ വന്ന് ജോലി ചെയ്യുന്നു പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. അത് ഞാൻ കട്ടൻ റൈസ് ആയിട്ട് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ജോലി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കളി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്തരം സമീപനങ്ങൾ ഇന്ത്യയുടെ കായിക ഭാവിക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്, അല്ലേ വിനീത്? അതാണല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പം പല ഇന്റർവ്യൂസിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് പ്ലേയേഴ്സ് ഇല്ല. കേരളത്തിൽ എന്റെ പ്ലേയേഴ്സ് ഇല്ലേ? ഇഷ്ടംപോലെ ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം ഞാനൊന്നും ഒന്നുമല്ല എന്ന് ഞാൻ കരുതുന്ന പ്ലേയേഴ്സ് ഉണ്ട് കേരളത്തിൽ. പക്ഷെ അവരൊക്കെ എന്താണ് ജോലി ചെയ്തു, അവരെ ബോണ്ടും അവരെ പേപ്പേഴ്സും കാരണം അവർക്ക് ആർക്കും പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെ പുറത്ത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ആർക്കും പുറത്തു വരാണ്ട് നാലാൾ അറിയില്ലല്ലോ. കേരളത്തിലുള്ള നിങ്ങൾ കളിക്കുന്ന ഈ ലോക്കൽ ടൂർണമെന്റുകൾ മാത്രം കളിച്ചാൽ ആൾക്കാർ അറിയോ? അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് കളിക്കാൻ പറ്റുമോ? എല്ലാ പ്ലേയേഴ്സും ജോലി വാങ്ങുന്ന എല്ലാ പ്ലേയേഴ്സിന്റെയും ലൈഫ് ഇപ്പൊ അങ്ങനെയാണ്. ആരും പുറത്തു പറയില്ല. കാരണം എല്ലാവർക്കും ജോലി കിട്ടിയത് കൊണ്ട് ബാധ്യതയുണ്ട്. നമ്മൾക്ക് കിട്ടിയ ജോലിയിലെ ഉടമസ്ഥരെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആരും പുറത്തു പറയാത്തത്. എനിക്ക് പുറത്തു പോകണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മോശമായിട്ട് പെരുമാറുന്നു എന്ന് ആരും പറയാത്തത്. എനിക്ക് ആ ജോലിയുണ്ട്. അപ്പൊ അവരോട് എനിക്കൊരു ബാധ്യതയുണ്ട്. അത് തീർച്ചയായും CK വിനീതാണ് പീപ്പിൾ TVയോട് ഇക്കാര്യം പ്രതികരിച്ചത്. വിനീത് പറഞ്ഞത് ഏജീസും അതുമായി ബന്ധപ്പെട്ട അധികൃതരും കേൾക്കുക തന്നെ ചെയ്യണം. കായിക ഭാവിക്ക് നേരായ ആക്രമണവും തളർച്ചയും നൽകുന്ന നടപടിക്രമങ്ങളാണ് ഇത്തരം സമീപനങ്ങൾ എന്നുകൂടി അതിലെ വിമർശനങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്നു. മലയാളിയായ ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീതിനെ ഏജീസ് ഓഫീസ് പുറത്താക്കുന്നു. മതിയായ ഹാജരില്ലത്രേ. ഈ കാരണം പറഞ്ഞാണ് വിനീതിനെതിരെ വിനീതിനെ പോലെ ഒരു ലോക താരത്തിനെതിരെ ഇത്തരത്തിൽ ഏജീസ് ഓഫീസ് നടപടിയെടുക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളാണ് നേരത്തെ ജിതിൻ നൽകിയത്. പ്രതികരണമാണ് സാക്ഷാൽ CK വിനീതും നൽകിയത്.